നാളത്തെ നോമിനേഷൻ എന്തായാലും അത്യുഗ്രനായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രോമോയിൽ തന്നെ ഒരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 4 പേര് സേഫ് എന്നുള്ള രീതിയിലായിരിക്കും. അതായത് നോറ, അനുമോള്, നെവിൻ, ഒണിയല് സേഫ് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നാളെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നവര്, നോമിനേഷനിൽ ആരൊക്കെയാണ് എന്നുള്ള ആ ഒരു ഇത്, ജിഷിൻ, സാബുമാൻ, ആര്യൻ, ജിസയില്, ലക്ഷ്മി, അനീഷ്, ബിന്നി, അക്ബർ, അഭിലാഷ്, ആദില, ഷാനവാസ്, ഇവർ ഇത്രയും പേരാണോ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്? അതായത് 11 പേര്. ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത്, അനീഷും ഷാനവാസും നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഉറ്റ സുഹൃത്തുക്കൾ, ഉറ്റ ചങ്ങാതിമാർ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും വളരെയധികം കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവർ രണ്ടുപേരും കൂടി നോമിനേഷൻ ലിസ്റ്റിൽ വരുമ്പോഴത്തേക്കും വോട്ടിന്റെ കാര്യം ഏത് തരത്തിൽ മാറി മറിയും എന്നുള്ളത് എന്തായാലും നാളെ അറിയാൻ സാധിക്കും. സോ നമുക്ക് നോമിനേഷൻ കാത്തിരിക്കാം. ഈ പറഞ്ഞ കണക്ക് തന്നെയുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണോ ലൈവിലും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ കിട്ടിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ ജിഷിൻ, സാബുമാൻ, ആര്യൻ, ഗിസൈല്, ലക്ഷ്മി, അനീഷ്, ബിന്നി, അക്ബർ, അഭിലാഷ്, ആദില, ഷാനവാസ്, ഈ 11 പേരും, അതിൽ അനു, നെവിൻ, ഒനി, നൂറ, ഇവർ സേഫായി എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നില്ല. നാളെ നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം. പക്ഷേ അനീഷും ഷാനവാസും കൂടി ഒരുമിച്ച് ഒരു നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതും നമുക്ക് വോട്ടിംഗ് തുടങ്ങുമ്പോഴത്തേക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.